ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇരുട്ടിന്ന് റിസാനെ മദ്രസയ്ക്ക് ആക്കിയിട്ട് വരികയാണ് കേട്ടോ. ഇപ്പോൾ 5:30 ആയാലും 6 മണി ആയാലൊക്കെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഞാൻ നല്ല അങ്ങോട്ട് കയറി പോകുന്നില്ല, അവിടെ നിന്ന് കൊടുക്കുള്ളൂ. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ വന്നാൽ അവൻ അവരിനായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അവന് കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളയപ്പത്തിന് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അരിയൊക്കെ ആട്ടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ വെള്ളയപ്പത്തിനുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് അത് ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ എന്ത് പണി ചെയ്യണമെങ്കിലും മെയിനായിട്ട് കൂടെ ഈ പാത്രങ്ങൾ കഴുകാനാണ്. അപ്പോൾ അതൊക്കെ വേഗം അപ്പോൾ തന്നെ കഴുകി വെച്ച് എന്നിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേഗം വെളിച്ചൊക്കെ വെച്ച് അപ്പോൾ സയാനിക്ക് മദ്രസയ്ക്ക് പോകാനായിട്ടാണ്. അപ്പോൾ അവനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവിടുന്ന് കുട്ടികൾ വരും. അപ്പോൾ അവരെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് പറഞ്ഞേക്കാനൊരു പേടിയാണ്. കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാനുണ്ട് മദ്രസയ്ക്ക്. ഇവിടെ നായയുടെ ശല്യം അധികമായിട്ടുള്ളതുകൊണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വിടാനൊരു പേടിയാണ്. അപ്പോൾ അവന് നേരത്തെ എനിക്കൊക്കെ ചെയ്ത് ചില ദിവസം ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ തീരെ വിളിച്ചാലും വരില്ല. അപ്പോൾ ഭയങ്കര വാശിയാവും. അപ്പോൾ അവൻ്റെ കൂട്ടുകാരതിന് അവിടുന്ന് വരാനുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് നിൽക്കണ്, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട്. ഒതുങ്ങിയിരിക്കില്ല കേട്ടോ. നേരെ എന്തെങ്കിലുമൊക്കെ കയ്യിലല്ല ഈ ചാടിയിട്ടും മറിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. അങ്ങനെ അവനാക്കിയിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ നമ്മൾ പണികളൊക്കെ നോക്കിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടി ഉണ്ടാക്കാനായിട്ടില്ല. നമ്മൾ പൊടി ആട്ടി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ റിസാനും സേനൊക്കെ ഇന്നലെ രാത്രിയാകുമ്പോൾ പറഞ്ഞ് ബിരിയാണി വേണം, ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ബിരിയാണി കൊണ്ടുപോകണം എന്ന് തന്നെ. അപ്പോൾ ഈ രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക, സ്കൂളിലേക്ക് കൊണ്ടുപോകാനാന്നും പറഞ്ഞു. രാവിലെ എണിച്ചിട്ട് വാങ്ങിക്കാനാണെങ്കിൽ അപ്പോൾ കട തുറക്കണമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റേഷൻ്റെ അരി ഇരുന്നിരുന്നു അതായിട്ട് ബിരിയാണി അങ്ങോട്ട് വെച്ച് കൊടുത്ത് അവർ നല്ല ഹാപ്പിയായി സന്തോഷമായി. ശരിക്ക് ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ. അത് ആ അരി ഒരു ചെറിയ അരിയായിരുന്നു, നമുക്ക് സാധാരണ കിട്ടുന്ന പോലെയല്ല, ഇത്തിരി വലിപ്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ബിരിയാണിയൊക്കെ നമുക്ക് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് ഇനി നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ അരി ഇടാനുള്ള വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലാണ് കേട്ടോ അരി വെക്കുന്നത്, ചോറ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ വെള്ളത്തിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പട്ട, കറിയാമ്പൂവ്, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ റേഷൻ അരിയായിട്ട് ആദ്യമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നായിട്ട് ബിരിയാണിക്ക് വെക്കാൻ പറ്റുമെന്നൊക്കെ, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇക്കാലൊക്കെ ചോപ്പർ വാങ്ങിച്ചു തന്നിരുന്നിട്ട് ഞാൻ കുറേ ആയിട്ട് പറയുന്നത് ചോപ്പർ വാങ്ങിക്കണമെന്ന്. അപ്പോൾ വാങ്ങിച്ചു തന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിച്ചത്. ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകി തുടച്ചിട്ട് പിന്നെ ആ പെട്ടിയിൽ തന്നെ ആക്കി വെക്കുക. കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു കൊണ്ടുപോകട്ടെ, അവർ കളിക്കണതാന്ന് വിചാരിച്ചിട്ട്. ഒക്കെ വില്ലന്മാരാണല്ലോ, അപ്പോൾ എല്ലാതും എടുത്തു കൊണ്ടുപോകും, അടുക്കളയിൽ നിന്ന് എല്ലാം എടുത്തു കൊണ്ടുപോകും കളിക്കാനായിട്ട്.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് മസാല എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ദം പോലെ അങ്ങനെ ആക്കി വെച്ചിട്ടാണ്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിന് മേലെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം കൂടെ ആക്കി വെച്ച്. പിന്നെ നമ്മൾ ഇതിനിടയിൽ തന്നെ കച്ചമ്പറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും റിസാന് പോകാനൊക്കെ ഏകദേശം ആയി തുടങ്ങി. അവൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പം ഞാൻ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിടയിൽ ടേസ്റ്റ് നോക്കുമല്ലോ, ഞാനതൊക്കെ എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇങ്ങനത്തെ അരി കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല പ്രാവശ്യം ആർക്കെങ്കിലും. നമ്മളെ പൊന്നിയരി പോലെയൊക്കെയാണ് കേട്ടത്, അധികം വലിപ്പമല്ല. നമ്മൾ ചോറൊക്കെ വെച്ചാലും അതെ പൊന്നിയരി പോലെ ഉണ്ടാവും. അപ്പോഴേക്കും പിന്നെ റിസാൻക്ക് പോകാനൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അവൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. റിസാൻ അങ്ങനെ ആവശ്യങ്ങളോ അതിൻ്റെ ആഗ്രഹങ്ങളോ ഒന്നും പറയൊന്നുമില്ല. എപ്പോഴും അങ്ങനെ ഓരോന്നിന് വേണമെന്നാ, ഈ പുറത്ത് പോയാലും ശരിക്കും അത് വേണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, ഇന്നലെ രാത്രി പറഞ്ഞതാണ് ബിരിയാണിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണമ്മാന്ന്. അപ്പം ഞാൻ അത് നമുക്ക് കേട്ട ഒരു സങ്കടമില്ല, അത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെപ്പോഴും പറയാത്ത ഒരാളും. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ അവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ മെയിനായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അരിയുമില്ല, ചിക്കനൊന്നും പിന്നെ നമ്മളങ്ങനെ മേടിച്ചിട്ട് അധികം ദിവസമൊന്നും വെക്കൊന്നുമില്ല. വാങ്ങിച്ചാലും ശരി അത് അപ്പോൾ തന്നെ ഉപയോഗിക്കും, കൂടിയ ഒരു 2 ദിവസമൊക്കെ വെക്കും. അതിലപ്പുറം നമ്മൾ എടുത്തേക്കില്ല അതൊന്നും. അപ്പോൾ അത് രണ്ടുമില്ല. പിന്നെ മുട്ട ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതായിട്ട് വെച്ചാൽ മതിയെന്ന് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അരി ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നേരം വെളുത്തിട്ടാണ് അറിഞ്ഞത്. ആക്കി കഴിഞ്ഞപ്പോഴാണ് അറിയണത് അരി ഏറെയാണല്ലോ എന്ന് വെച്ചാൽ അവൻ അറിഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ അറിയണത്. എനിക്ക് ഇഷ്ടമൊക്കെ ചെയ്തു. അവൻ പോകുമ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് പോയത് സ്കൂളിലേക്കൊക്കെ. അങ്ങനെ അവൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള ഇങ്ങനെ അലങ്കോലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും തിരക്കായിരുന്നിട്ട് രാവിലെ നമ്മൾ ബിരിയാണിയൊക്കെ ചടുപടിങ്ങനെ വെക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന്, ചിലർക്ക് എളുപ്പമായിരിക്കും, പക്ഷേ എനിക്ക് അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. കാരണം എല്ലാം കൂടി ആകെ കച്ചറായിട്ട് പോലെ തോന്നും. അങ്ങനെ അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ച് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചായ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവണത് നമ്മൾ അപ്പം കഴുകി വെക്കും. പക്ഷേ ഈ ബിരിയാണി വെക്കണം, അതിനൊപ്പം തന്നെ നമ്മൾ കടി ഉണ്ടാക്കുന്നുണ്ട്, വെള്ളയപ്പം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പാത്രങ്ങളാവണത് ഇങ്ങനെ കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കുന്നുകൂടി കിടന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളെ തല കറങ്ങിപ്പോവും. കാണിക്കാനൊന്നും പറ്റിയില്ല, കാരണം അതൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.